ഹലോ ഫ്രണ്ട്സ്, ദ്യുതീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ ഒക്കെ പഴയതായി, അതൊക്കെ തുരുമ്പിച്ചുകൊണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞ ഒരു പുതിയ ക്രിസ്മസ് ട്രീ നമുക്ക് വാങ്ങാം. അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ കുറേ പൈസ ആവും. അപ്പം ഞാൻ പഴയ ക്രിസ്മസ് ട്രീ കൊണ്ട് ഒരു പുതിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്, എന്നാൽ ഓക്കേ എന്ന് പറഞ്ഞ് ഞാനും അച്ഛൻ്റെ ഒപ്പം പോയി. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ആ പഴയ ക്രിസ്മസ് ട്രീ ഒന്ന് വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ അങ്ങനെ വേർതിരിച്ചിട്ട് ചുറ്റുകമ്പി കൊണ്ട് ഞങ്ങൾ 2 വീതാക്കി കെട്ടി. ഞങ്ങളടുത്ത് പഴയ സൈക്കിൾ വീലിൻ്റെ കമ്പി ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കെട്ടിയത്. പിന്നെ ഞങ്ങൾ അത് ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റ് ക്രിസ്മസ് ട്രീക്ക് വെച്ചത്. പിന്നെ ഞങ്ങൾ 2 സൈഡ് ഹോളുള്ള ഒരു പഴയ പൈപ്പ് ഞങ്ങളടുത്തുണ്ടായിരുന്നു. അത് ഞങ്ങൾ മുറ്റത്ത് കുഴിച്ചിട്ടു. പിന്നെ എന്നിട്ട് ആ ഒരു ഹോളിൽ തന്നെ 3ഉം 4ഉം കമ്പികൾ ടൈറ്റാക്കി ഞങ്ങൾ വെച്ചതിന് ശേഷം അത് ഇങ്ങനെ ഓർഡറിൽ വെച്ചു. ഇത് വെച്ച് വന്നപ്പോഴേക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. അപ്പം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അത് ഭംഗിയില്ലല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു ഒക്കെ റെഡിയാക്കി തരാമെന്ന്. അപ്പം ഞാൻ മിണ്ടാതെ ഇരുന്നു. പിന്നെ അത് ഞങ്ങൾ ക്രിസ്മസ് ട്രീ വെച്ച രീതി അടിയിൽ നീളം കൂടി, പിന്നെ മുകളിലേക്ക് വരുന്തോറും നീളം കുറഞ്ഞിട്ടാണ്. ഇതിന് ഞങ്ങൾക്ക് ആകെ 30 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അച്ഛൻ ബാക്കി വന്ന ഇലകൾ ഉണ്ടായിരുന്നു. ആ ഇലകൾ ഒക്കെ കൂടെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് ഉള്ള ഭാഗം ഞങ്ങൾ റെഡിയാക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ കുഞ്ഞുവിൻ്റെ പണികൾ ചെയ്യാണ്. അവൻ ആ ലൈറ്റിൽ നിന്ന് വരുന്ന മുത്തുമണികൾ പെറുക്കാൻ നിൽക്കുകയാണ്. അവനത് പെറുക്കിയിട്ട് കിട്ടണില്ല എന്ന് മനസ്സിലായി. ആ മുത്തുമണി കുറേ തല്ലി വെക്കണമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവനെ പോയി പറ്റിച്ചു. അച്ഛൻ അവിടെ കിടക്കുന്നൊരു പഴയ കമ്പി കഷ്ണം ഉണ്ടായിരുന്നു. ആ കമ്പി കഷ്ണത്തിലാണ് ലാസ്റ്റ് വന്ന ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് കെട്ടിയത്. ഇത് വെച്ച് വന്നപ്പോൾ എന്നെക്കാളും ഹൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ഹൈറ്റുള്ള ട്രീ. അപ്പോൾ എനിക്ക് വെച്ച് വന്നപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങി അതേമാതിരി ഉണ്ടായിരുന്നു. കുഞ്ഞോന് മുറ്റത്തിറങ്ങിയപ്പോൾ ലൈസൻസ് കിട്ടിയ മാതിരിയായിരുന്നു. പിന്നെ ഞാനത് അത് മുകളിൽ വെച്ച് നോക്കി രസമുണ്ടോയെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവനവിടെ ഓടിക്കളിയും ചാടിക്കളിയൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛൻ ആ മുകളിലത്തെ ഭാഗം ചുറ്റുകമ്പി കൊണ്ട് റെഡിയാക്കി. ഇത് ഒക്കെ വിടർത്തണം കേട്ടോ, എന്നാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അവിടെ ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ട് പോവുമായിരുന്നു. ഇതാക്കിയ സന്തോഷത്തിൽ. അതും കൂടെ ക്രിസ്മസ് ട്രീയിൽ ഫിറ്റ് ചെയ്തപ്പം കടയിൽ നിന്ന് വാങ്ങിയ ഒറിജിനൽ ട്രീ മാതിരിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദൂരത്ത് പോയി നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇനി അവിടെ പുൽക്കൂടും കൂടെ വരാനുണ്ട്. അപ്പോൾ അതും കൂടെ വന്നാൽ നല്ല രസമുണ്ടാവും. പിന്നെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കുറച്ച് ബോൾസൊക്കെ തൂക്കി. അത് കുറേ കളറൊക്കെ പോയത് തന്നെയായിരുന്നു. ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് ടീച്ചർ പുൽക്കൂട് ഉണ്ടാക്കി വീഡിയോ എടുത്ത് അയച്ചെടുക്കാൻ പറഞ്ഞു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കണേ. പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. ഞങ്ങളൊരു വേറെ ലോകത്ത് എത്തിയ മാതിരിയാണ്. പിന്നെ ഞങ്ങൾ രാവിലെ അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പുൽക്കൂടിക്ക് നല്ല ഇഷ്ടമായി. ഇപ്രാവശ്യം ഞങ്ങളെ തിന മുളച്ചില്ല, കുറച്ചേ മുളച്ചുള്ളൂ. ബാക്കി ഉറുമ്പ് കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് കടുകൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ചെടികളിലൊക്കെ ഒരു മഞ്ഞത്തുള്ളി വന്നിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി ഈ വർഷത്തെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയൊക്കെ. ഞങ്ങൾ എത്ര നന്നായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയാൽ കരോൾ ഈ ഭാഗത്തേ വരാറില്ല.
മേടിച്ചത്.